ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു 4 മണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ചായക്കപ്പോൾ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൊട്ടറ്റോ വേവിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുളകും കൂടി ഇടാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനൊരു കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം അതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാലും മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ മൈദാപ്പൊടിയോ ഒക്കെ ചേർക്കാം, പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളം തൊടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉരുട്ടാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മളിത് ബ്രെഡ് പൊടിച്ച പൊടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടെ ഇതുപോലെ ഉണ്ടാക്കി ഇടാം. അപ്പോൾ ഞാൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒരു മുട്ട പൊട്ടിച്ച ശേഷം അതിലേക്ക് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയ ബോൾസ് ഒന്നും കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതാ വീണ്ടും മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 5-6 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇളക്കിയിടാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു കളറിലൊക്കെ എത്തുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ മുട്ടലിടുന്നൊരു പേരും ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്